സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണ് മോഷണത്തിനെതിരെ ബിജെപി ചടയമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം അരങ്ങേറി. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച ശേഷം ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം നടന്നു. യോഗത്തിന് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി.എസ്. ഉണ്ണി അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗം ദേശീയ കൌൺസിൽ അംഗം കെ. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിൽ അംഗം ബി. വിജയമോഹൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി കുരിയോട് മഞ്ചേഷ് എന്നിവർ പ്രസംഗിച്ചു. ബിജെപി നേതാക്കൾ ആരോപിച്ചത് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന മണ്ണുമോഷണം ജനങ്ങളുടെ വിശ്വാസത്തിനു നേരെയുള്ള ഗുരുതരമായ ആക്രമണമാണെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നുമായിരുന്നു. പ്രക്ഷോഭത്തിൽ പഞ്ചായത്ത് സമിതിയിലെ നിരവധി ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു. പ്രതിഷേധം 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 പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം കൊള്ളയാണ് 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 പഞ്ചായത്തിൻ ഭരണത്തിൽ പഞ്ചായത്തിൻ ഭരണത്തിൽ നേരിട്ടൊന്നു വന്നാലോ നേരിട്ടൊന്നു വന്നാലോ അയ്യേ അയ്യേ നാണക്കേട് അയ്യേ അയ്യേ നാണക്കേട് അയ്യേ അയ്യേ നാണക്കേട് അയ്യേ അയ്യേ നാണക്കേട് കട്ടുമുടിക്കലും കഞ്ചാവും കട്ടുമുടിക്കലും കഞ്ചാവും കട്ടുമുടിക്കലും കഞ്ചാവും കട്ടുമുടിക്കലും കഞ്ചാവും പെണ്ണുപിടുത്തവുമാണ് ജോലി പെണ്ണുപിടുത്തവുമാണ് ജോലി പെണ്ണുപിടുത്തവുമാണ് ജോലി പെണ്ണുപിടുത്തവുമാണ് ജോലി അയ്യേ അയ്യേ നാണക്കേട് അയ്യേ അയ്യേ നാണക്കേട് അയ്യേ അയ്യേ നാണക്കേട് അയ്യേ അയ്യേ നാണക്കേട് ഭാരത് മാതാ കി ജയ്. അഴിമതിയാണ് 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 പഞ്ചായത്തിൻ ഭരണത്തിൽ പഞ്ചായത്തിൻ ഭരണത്തിൽ പഞ്ചായത്തിൻ ഭരണത്തിൽ പഞ്ചായത്തിൻ ഭരണത്തിൽ സ്റ്റേഡിയത്തിൻ പേര് പറഞ്ഞ് സ്റ്റേഡിയത്തിൻ പേര് പറഞ്ഞ് മണ്ണ് മോഷണം മണ്ണ് മോഷണം മണ്ണ് മോഷണം മണ്ണ് മോഷണം അഴിമതി വീരർ പുറത്തു പോകുക അഴിമതി വീരർ പുറത്തു പോകുക രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ നാണമുണ്ടേൽ രാജിവെക്കൂ നാണമുണ്ടേൽ രാജിവെക്കൂ അഴിമതിയാണ് 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 പഞ്ചായത്തിൻ ഭരണത്തിൽ പഞ്ചായത്തിൻ ഭരണത്തിൽ അഴിമതിയാണ് 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 പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു മാസക്കാലമായി ചടയമംഗലം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മണ്ണുമോഷണം യഥാർത്ഥത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അറിയാവുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കരാറുകാരനെ ഈ അടങ്കൽ തുകയായി അവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദീർഘമായ പ്രക്രിയയായി മാറിയിരിക്കുകയാണ്. ഒരു കരാർക്കാരൻ നിശ്ചിത സമയത്തിന് അവസാനിപ്പിക്കേണ്ട പണികളൊന്നും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ പാലിക്കുന്നില്ല. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തലങ്ങളിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ആസ്ഥാന കെട്ടിടം പോലുമില്ലാതെ എന്താണോ ചടയങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അതെല്ലാം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് അവിടെ ഈ മണ്ണ് മോഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കരാറുകാരനാണെന്ന് ഒരു ഭാഗം പറയുകയും കരാറുകാരന് അവിടെ മണ്ണിടുവാനുള്ള സാഹചര്യങ്ങൾ ബഹുമാനപ്പെട്ട ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു എന്ന് പറയുകയും മറുഭാഗത്തൂടെ കരാറുകാരൻ കൊണ്ടുപോകുന്നു എന്ന് പറയപ്പെടുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നമുക്കറിയാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഈ വിഷയങ്ങൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. വളരെ ആധികാരികമായി ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും ദേശീയ കൌൺസിൽ അംഗവുമായ കെ. ശിവദാസൻ ചേട്ടനെ സവിനയം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.
ഏതാണ്ട് 37 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ ഒരു വ്യക്തിയാണ്. അന്ന് ശ്രീ മുസ്തഫ പ്രസിഡന്റ്, നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ ശ്രീ തുളസി വൈസ് പ്രസിഡന്റ്, ശ്രീ ഷാജഹാൻ തുടങ്ങിയുള്ള എല്ലാ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ ചടയമംഗലത്ത് വികസനത്തിന്റെ ഒരു സാധ്യത ആദ്യമായിട്ടാണ് ഇവിടെ ആരംഭിക്കുന്നത് ആ 37 വർഷങ്ങൾക്ക് മുമ്പ്. സ്വാഭാവികമായിട്ട് അന്നത്തെ കാലത്ത് ഒരു പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഈ നാട്ടുപ്രദേശങ്ങളിലെ റോഡ് അതിങ്ങനെ ഓടെ കിടക്കുന്ന കുപ്പിച്ചില്ലും മുള്ളും എല്ലാം കൂടെ കോരി റോഡിലിടും. അങ്ങനെയുള്ള വികസനങ്ങൾ 5000 രൂപ താഴെയുള്ള വികസനങ്ങളാണ് നടക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ചടയമംഗലം പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി കൂട്ടായി ആലോചിക്കുകയും അതിന്റെ പ്രവർത്തനത്തിന് എനിക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും. അങ്ങനെയാണ് ആദ്യമായി നാടിന്റെ വികസനത്തിന് ആവശ്യമുള്ള സ്ഥലം വേണം എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തില് മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ട് ചടയമംഗലത്ത് ആദ്യമായിട്ട് ഒരു സ്ഥലം അക്വയർ ചെയ്യുന്നത്. ഏതാണ്ട് 78 സെന്റ് സ്ഥലം ചടയമംഗലം ജംഗ്ഷനിൽ അക്വയർ ചെയ്തു എന്നുള്ളതാണ്. അത് മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയാണ്. ഈ മിനി സിവിൽ സ്റ്റേഷൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുവാനുണ്ടായ പ്രത്യേക കാരണങ്ങളുണ്ട്. അതായത് കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് ചടയമംഗലം ആസ്ഥാനമായി ഒരു താലൂക്ക് വേണം എന്നുള്ള ചിന്ത അന്നത്തെ സർക്കാർ തലത്തിൽ ചിന്തിച്ചതാണ്. ബാബു പോൾ കമ്മീഷൻ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തില് കൊട്ടാരക്കര താലൂക്ക് വിഭജിക്കുകയും അത് ചടയമംഗലം ആസ്ഥാനമായി ഒരു താലൂക്ക് രൂപീകരിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം, അതങ്ങനെ ആ നിർദ്ദേശം ഇരിക്കെ തന്നെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അതിനെതിരെ ചിന്തിച്ചു എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിൽ കൊട്ടാരക്കര താലൂക്ക് വിഭജിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനൊരു ആസ്ഥാനത്തിന് സൗകര്യം ഉണ്ടാക്കണം എന്നുള്ള നിലയിലാണ് ആ 78 സെന്റ് സ്ഥലം അക്വയർ ചെയ്തത്. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, ആ 78 സെന്റ് സ്ഥലം അക്വയർ ചെയ്തിട്ടിരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ചടയമംഗലത്ത് ഒരു KSRTC സ്റ്റാൻഡ് ഉണ്ടായത്. അന്ന് ബാലകൃഷ്ണപിള്ള സാറ് ആയൂരിന് വേണ്ടിയിട്ട് ശ്രമിച്ചു, നമ്മുടെ ഷബീർ മാറ്റാപ്പള്ളി നെടുമേലിന് വേണ്ടി ശ്രമിച്ചു, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ചടയമംഗലത്തിന് വേണ്ടി ശ്രമിച്ചു. ആ സാഹചര്യത്തിൽ നെടുമേൽ സാധിക്കില്ല എന്ന് വന്ന സമയത്ത് ശ്രീ ഷബീർ മാറ്റാപ്പള്ളിയും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്ന് ഇവിടെ ഈ സ്ഥലം KSRTCക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് തയ്യാറായി. ആ സ്ഥലമെന്ന് അക്വയർ ചെയ്തതിന്റെ ഒറ്റ പേരിലാണ് ചടയമംഗലത്ത് KSRTC സ്റ്റാൻഡ് ഉണ്ടായത്. അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാനും. പിന്നെ മറ്റൊരു സംഗതി, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റല് അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയയാണ്. അതൊരു താലൂക്ക് ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ വളർത്തിയെടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ നേരെ ഫ്രണ്ടിൽ കിടന്ന സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ പഞ്ചായത്തിന് ഫണ്ടില്ല. അങ്ങനെ തീരുമാനിച്ച സമയത്ത് അതിനെ തകിടം മറിച്ചത് ഇവിടുത്തെ ചില CPM-ന്റെ നേതാക്കന്മാരാണ്. ഞാൻ ഉദ്ദേശിച്ചത്, ആ സ്ഥലം അക്വയർ ചെയ്താൽ അതിവിശാലമായ രീതിയിൽ ഒരു സർക്കാർ ഹോസ്പിറ്റല് ചടയമംഗലത്ത് ഉണ്ടാക്കാൻ സാധിക്കും, അതിന് സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്റെ കൊച്ചുനാളില് ഇവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു ചടയമംഗലത്തെ പിന്നെ ഹോസ്പിറ്റലില്. അതായത് പോസ്റ്റ്മോർട്ടം വരെ ഇവിടെ നടത്തുമായിരുന്നു, പോസ്റ്റ്മോർട്ടം വരെ ഇവിടെ വെച്ച് നടത്തുമായിരുന്നു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചടയമംഗലത്തുണ്ടായിരുന്നു. 100 കണക്കിന് രോഗികൾ വിവിധ മേഖലകളിൽ നിന്ന് ആശുപത്രിയിൽ വരുമായിരുന്നു. 2ഉം 3ഉം ഡോക്ടർമാർ ഇവിടെ ഉണ്ടായിരുന്നു. നാട് വികസിച്ച് ഇപ്പൊ രോഗികൾക്ക് അവിടെ ചെന്നെത്താൻ പറ്റാത്ത സാഹചര്യമായി. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മുടെ ലോകം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ജടായു ടൂറിസ്റ്റ് കേന്ദ്രം. ലോകം അറിയപ്പെടുന്നതാണ്.
ഓരോ ദിവസവും നമ്മളാരും അറിയുന്നില്ല. 10,000-2,000 പേര് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോവുകയാണ്. എന്തെങ്കിലും പ്രയോജനം ചടയമംഗലത്തിനുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഓരോരുത്തരും ടൂറിസ്റ്റുകൾ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന് വർക്കല താമസിക്കും. വർക്കല താമസിച്ചിട്ട് അവിടുന്ന് ഒരു വണ്ടി എടുത്ത് നേരെ ചടയമംഗലത്ത് വരും, ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കയറിയിട്ട് അവര് നേരെ അങ്ങ് പോകും. തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിട്ട് അവിടുന്ന് വണ്ടിയെടുക്കും, ചടയമംഗലത്ത് വരും, അവര് കണ്ടിട്ട് അങ്ങ് പോകും. ഈ ചടയമംഗലത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും സംവിധാനം ഈ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ഥലത്തുനിന്ന് ഇന്ന് നമ്മുടെ വികസനം എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി തുടങ്ങേണ്ടതാണ്. ആ അടിസ്ഥാനപരമായി തുടങ്ങിയതാണ് അന്ന് ഈ സ്ഥലങ്ങൾ അക്വയർ ചെയ്തത്. ഒരു മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി സ്ഥലമെടുത്ത് അത് ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് 37 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, നമ്മുടെ MLA കൂടിയായ മന്ത്രി അതിന്റെ തറക്കല്ലിട്ടു. ഞാനന്ന് ആ മീറ്റിംഗിൽ ഞാനും പങ്കെടുത്ത മീറ്റിംഗാണത്. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, ചടയമംഗലത്തുകാർക്ക് സന്തോഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു, ഒരു മിനി സിവിൽ സ്റ്റേഷന് തറക്കല്ലിടുന്നു എന്ന്. മന്ത്രിയുടെ മുമ്പിൽ വെച്ച് ആ പൊതുയോഗത്തിൽ ഞാൻ പറഞ്ഞു, ചടയമംഗലത്തുകാരുടെ ഗതികേടിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം 35 വർഷം കഴിഞ്ഞപ്പോഴാണ് ചടയമംഗലത്തുകാർക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഗ്രാമപഞ്ചായത്ത് ബിസിനസ് അല്ല നടത്തേണ്ടത്, വികസനമാണ് നടത്തേണ്ടത്. ഈ നാടിന്റെ വികസനത്തെ അട്ടിമറിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സംവിധാനം മാറ്റിയെടുക്കേണ്ടത് ഈ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചത്. നാടിനോട് സ്നേഹമുള്ള, ഈ ഗ്രാമത്തിനോട് സ്നേഹമുള്ള, ജനങ്ങളോട് സ്നേഹമുള്ള ഒരു ഭരണ സംവിധാനമാണ് ചടയമംഗലത്ത് അനിവാര്യമായിട്ടുള്ളത് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ചത്. വികസനം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തോ ഒരു അസംബ്ലിയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിന്റെ കാലാവധി, ഭരണത്തിന്റെ കാലാവധി തീരുന്നത് വരെ വികസനം ഒന്നുമില്ല. പഞ്ചായത്തിന്റെ കാലാവധി കഴിയുമ്പോഴാണ് വികസനങ്ങൾ തുടങ്ങുന്നത്. അങ്ങനല്ല വേണ്ടത്. ഞാൻ പഞ്ചായത്ത് മെമ്പറായ സമയത്ത്, പഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്ത അടുത്ത മാസം തൊട്ട് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് കൊല്ലം ജില്ലയില് ഗംഭീരമായി 2 റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുവാൻ സാധിച്ചത്. 37 വർഷമായ കോൺക്രീറ്റ് റോഡ് ഇപ്പോഴും അതുപോലെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന്റെ മോഡൽ ചെയ്തത് ഇളവിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത്, ഒരു നാടിന്റെ വികസനത്തിന് അടിസ്ഥാനപരമായ വികസനം അനിവാര്യമാണ് എന്നുള്ളതാണ്. ആ അടിസ്ഥാന വികസനത്തിൽ കൂടെയാണ് നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കേണ്ടത്. അതിനാവശ്യം വേണ്ടത് നാടിനോട് സ്നേഹം, നാടിനോട് കൂറ്, ജനങ്ങളോട് സ്നേഹം, ജനങ്ങളോട് കൂറ്. ഭാവിയില് നമ്മൾ കഴിഞ്ഞാലും നമ്മുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും ശരി, നാടിനൊരു മഹത്തായ സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഈ ഭരണസമിതിയിലുള്ള മുഴുവൻ ആൾക്കാർക്കും ആവശ്യമാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ പബ്ലിക്കിന് മുമ്പിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇന്നിവിടെ നിൽക്കുന്നവരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, പബ്ലിക്കിനോട് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഈ പഞ്ചായത്തിലൊരു ഭരണ സംവിധാനം മാറ്റം വേണം എന്നുള്ളിടത്താണ്. ആ മാറ്റത്തിൽ കൂടെ ഈ പഞ്ചായത്തില് ഈ സാഹചര്യങ്ങൾ അനുസരിച്ച് വികസനത്തിന്റെ സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ചടയമംഗലത്ത് താമസിക്കുവാനുള്ള, അവർക്ക് ചടയമംഗലത്തിന്റെ വികസനങ്ങൾ കണ്ട് അതിന്റെ മനോഹാരിത കണ്ട് താമസിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളിടത്താണ്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അത് പഞ്ചായത്തിൽ കൂടെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, പഞ്ചായത്ത് ചെയ്യേണ്ടത് ബിസിനസ് അല്ല, വേണ്ടിയത് വികസനമാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, എന്ത് കൊള്ളയാണ് നടത്തുന്നത്? ഇവിടെ ഈ സ്റ്റേഡിയത്തിന്റെ സംവിധാനത്തിന് വേണ്ടി മണ്ണടിച്ചിട്ടു. ആ മണ്ണ് ഇന്നെന്താ സ്ഥിതി? രഹസ്യമായി പഞ്ചായത്തിന്റെ അറിവോടുകൂടി കച്ചവടം ചെയ്യുന്ന രീതിയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കാര്യം, ഇത് ഒരു നടക്ക് പോവില്ല. ശക്തമായ രീതിയിൽ
ഈ പഞ്ചായത്തിന്റെ ഇതുപോലുള്ള ഹീനമായ തെറ്റായ പ്രവർത്തികൾക്കെതിരെ പഞ്ചായത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് സജീവമായി രംഗത്ത് നിന്നുകൊണ്ട് അതിനെതിരെ നേരിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പഞ്ചായത്തില് ഒരു ഭരണമാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി ഈ പ്രാവശ്യം ഇവിടത്തെ പഞ്ചായത്ത് വികസന സമിതി, അതായത് BJP വികസന സമിതി അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ണ് കച്ചവടവും അതോടൊപ്പം തന്നെ വികസനത്തിനെതിരായി നിൽക്കുന്ന പ്രവൃത്തിക്കെതിരെ പഞ്ചായത്ത് ഇതേ തരത്തിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾ തരില്ല എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ശ്രീ വിജയകുമാർ സാറിനെ. പ്രിയമുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് കൂടിയ ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ യോഗം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുക ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രദേശത്തെ എക്കാലത്തെയും സമുന്നതനായ നേതാവ് ശ്രീ ശിവാസൻ ചേട്ടൻ, ഈ മണ്ഡലം സമിതിയുടെ നേതാക്കന്മാർ മഞ്ചേഷ്, ഹരി തുടങ്ങിയിട്ടുള്ള മുഴുവൻ പ്രവർത്തകർ, നേതാക്കന്മാർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഈ ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നതിനുള്ള ഉദ്ദേശം എന്താണെന്ന് ആദരണീയനായ ശിവദാസൻ ചേട്ടൻ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു. ഒരു പഞ്ചായത്തിന്റെ പ്രാഥമികമായ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ അടിസ്ഥാന വികസനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും അടിസ്ഥാന വികസനത്തിന് വേണ്ട രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ട ഒരു പദ്ധതി, ഒരു സ്ഥാപനമാണ് ഈ ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഈ കേരളത്തിലെമ്പാടും. എന്നാൽ ഈ പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ ഇന്ന് വരെ LDFO അല്ലെങ്കിൽ അപൂർവം ചില അവസരങ്ങളിൽ ഇവിടുത്തെ UDFO മാത്രം ഭരിച്ചിരുന്ന ഇവിടുത്തെ ഈ പഞ്ചായത്ത് ഇത്രയും വർഷം കൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന മേഖലയിൽ യാതൊരു തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാകാതെ നശിച്ചു പോകാനുണ്ടായ കാരണം എന്താണെന്ന് ഈ ജനങ്ങൾ ചിന്തിക്കണം. ഞങ്ങളുടെ ഇപ്പോഴത്തെ വിഷയം അതല്ല. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ആദരണീയായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഇത് നിങ്ങൾ നടത്തിയ പരിപാടി കൊള്ളാം, പക്ഷെ ഇലക്ഷനെ ഇലാക്കാക്കിയുള്ള ഒരു പരിപാടി ശരിയല്ല എന്ന് യാതൊരു വിളിപ്പും കൂടാതെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെയുള്ളവർക്ക് പറയാൻ കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പറയുന്നത്, നിങ്ങൾക്ക് ഉടുപ്പുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പിൻവലിച്ചുകൊണ്ട് ഇവിടുത്തെ ലോഡ് കണക്കിന് മണ്ണുകൾ ഇവിടെ ഈ പഞ്ചായത്തിനും ഇവിടുത്തെ ബഹുജനങ്ങൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും നഷ്ടമുണ്ടാക്കിക്കൊണ്ട് പിൻവലിച്ചു കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായതിനെ പറ്റി സമഗ്രമായ അന്വേഷണം നടത്തി അതിന് കൂട്ടുനിന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകാർക്കുമായി നടപടി സ്വീകരിക്കുവാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിയുമോ എന്നാണ് എനിക്ക് വ്യക്തമായി നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. അറിയാം, ഒരു പഞ്ചായത്തിലെ കരാറുകാരൻ മാത്രമായി ഇവിടുത്തെ മണ്ണുകൾ രാജ്യരാമാനം കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇവിടുത്തെ ചില പാർട്ടി ഓഫീസുകളിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഈ മണ്ണ് കൊണ്ടുപോവുക, ഇവിടെ യാതൊരു തടസ്സങ്ങളുമില്ല എന്ന് നിർദ്ദേശം കൊടുക്കുന്നതിന്റെ ചിത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ബഹുജനങ്ങളുടെ സമ്പത്ത് കൊണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരിക്കുന്ന ഈ പഞ്ചായത്തിനെ പോലെയുള്ള ഭരണ സംവിധാനങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിനും ജനങ്ങൾക്കും എതിരായി നിന്നുകൊണ്ട് ഇവരുടെ സമ്പത്ത് കൊള്ളയടിക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഈ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ ബഹുജനപ്പെട്ട ഈ സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണ സമിതിയോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളിതൊരു തുടക്കം മാത്രമാണ്. ഇത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല. ഭാരതീയ ജനതാ പാർട്ടി തുടർന്നും ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി, സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി, ഈ നാടിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി ഇവിടുന്ന് കോടിക്കണക്കിന് രൂപ കൊണ്ടുവരുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോകുമെന്ന് ഞങ്ങളുടെ ആദരണീയനായ പഞ്ചായത്ത് സമിതി ഇവിടെ പ്രസിഡന്റ് തന്നെ ആ സ്ഥാനമേൽക്കുമ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചതാണ്. ഈ ചടയമംഗലത്തിന്റെ മുഖചിത്രം മാറ്റി എഴുതുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇലക്ഷന് വേണ്ടിയുള്ള ഒരു മാനിഫെസ്റ്റോ അല്ല, ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല. ഇവിടുത്തെ ഇത്തരത്തിലുള്ള നെറികെട്ട, ഇവിടുത്തെ ഇത്തരത്തിലുള്ള വെറും നാണം കെട്ട ഈ പ്രവർത്തനങ്ങൾക്കെതിരായി ഇവിടുത്തെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോകുന്നതിന്റെ ആദ്യപടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ മാത്രമായി ഇപ്പോൾ നടത്തിയ ഈ പ്രവർത്തനം. നമുക്കറിയാം, ഇന്ന് ചടയമംഗലം പഞ്ചായത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഏത് പ്രദേശത്ത് ചെന്നാലും 50, 100, 200 പേരെ ഒരുമിച്ച് സംഘടിക്കാൻ കഴിയുന്ന ഇവിടുത്തെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന്
ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കറിയാം. ഇവിടുത്തെ CPM-ഓ CPI-യോ അല്ലെങ്കിൽ കോൺഗ്രസോ വിചാരിച്ചാൽ കഴിയുന്നതിനേക്കാൾ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുവാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ചടയമംഗലത്തിന്റെ മുഖച്ഛായ മാറ്റണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്നത്തെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാം. നമ്മുടെ വിഷയം ഇതല്ലാത്തത് കൊണ്ട് ഇത്തരത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റേഡിയത്തിന്റെ മറവിൽ അവിടെ അടിച്ചിട്ട മണ്ണ് ലോഡ് കണക്കിന് 100 കണക്കിന് ലോഡുകൾ അടിച്ചു മാറ്റുന്ന ഈ പ്രവണത അവസാനിപ്പിക്കുകയും അതിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും താക്കീതും നൽകുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഞങ്ങൾ ആദ്യമായി സംഘടിപ്പിച്ചത്. ഈ ധർണയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി പി മഞ്ചേഷ് കുമാർ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് VS ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച BJP-യുടെ ദേശീയ കൗൺസിൽ അംഗം കേശവദാസൻ ചേട്ടൻ അവർ, അതുപോലെ ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം B. വിജയമോഹൻ സാർ അവർ അടക്കം പാർട്ടിയുടെ ട്രഷറർ M. ഹരി അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഭാരവാഹികളെ, ചടയമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന്റെ പേരിൽ നടക്കുന്നത് പച്ചയായിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പുകളുമാണ് 40 കൊല്ലം കൊണ്ട് ഈ പഞ്ചായത്ത് നടക്കുന്നത്. അടിസ്ഥാന വികസനങ്ങളായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ പോലുള്ള, ആശുപത്രി പോലുള്ള, പൊതുശ്മശാനം പോലുള്ള, അതുപോലെ ട്രാഫിക് സിഗ്നൽ, ട്രാഫിക് ഐലൻഡ് പോലുള്ള യാതൊരു വികസനവും ചടയമംഗലത്ത് നടക്കുന്നില്ല. ആശുപത്രിയുടെ പേരിൽ 60-70 ലക്ഷം രൂപയുടെ ഫണ്ട് വകയിരുത്തും. കോഴിക്കോടും പട്ടിക്കൂടും പോലുള്ള കുറെ കെട്ടിടങ്ങൾ ആശുപത്രിയുടെ 4 ചുറ്റും ഉണ്ടാക്കി വെക്കും. പക്ഷെ അവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററോ ഒരു അത്യാഹിത വിഭാഗമോ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുവാനും ഇതുവരെ ഇവിടുത്തെ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. മിനി സിവിൽ സ്റ്റേഷന്റെ പേരിൽ എല്ലാ കൊല്ലവും ബോർഡ് വയ്ക്കും, വാർത്ത കൊടുക്കും, ഉദ്ഘാടനം നടക്കുന്നു, തറക്കല്ലിടുന്നു. മുല്ലക്കര രത്നാകരൻ MLA ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് അന്ന് ഇവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ചു, മിനി സിവിൽ സ്റ്റേഷൻ ഇത് അനുവദിച്ചിരിക്കുന്നു. നേരത്തെ ഇവിടെ കേശവദാസൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ നാടിന്റെ കാതലായിട്ടുള്ള വികസനത്തിന്റെ ആവശ്യമാണ്. കാരണം ഇവിടെ താലൂക്ക് വരണമെങ്കിൽ മിനി സിവിൽ സ്റ്റേഷൻ വന്നേ മതിയാവൂ. താലൂക്കിന് അനുബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ മിനി സിവിൽ സ്റ്റേഷൻ പോലുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടായാൽ മതിയാവൂ. ഇവിടുത്തെ എക്സൈസ് ഓഫീസ് വാടക കെട്ടിടത്തിൽ, ഇവിടുത്തെ MVDയുടെ ഓഫീസ് അത് വാടക കെട്ടിടത്തിൽ, സൗകര്യമില്ലാത്ത സ്ഥലത്ത് അത്തരത്തിലുള്ള ഓഫീസുകളെല്ലാം സൗകര്യമുള്ള, പാർക്കിംഗ് സൗകര്യമുള്ള, വെള്ളമുള്ള, അത്തരത്തിലുള്ള സൗകര്യമുള്ള മറ്റു പ്രദേശങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മറ്റു പ്രദേശങ്ങൾ അവർക്ക് വാടകയ്ക്ക് അല്ലെങ്കിൽ സ്ഥലം കൊടുക്കുകയാണെന്ന് മറ്റ് പഞ്ചായത്തിൽ ആരെങ്കിലും സമ്മതിക്കുകയാണെങ്കിൽ, ഇപ്പൊ തന്നെ നിലമേ പഞ്ചായത്തിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അറിയുന്നുണ്ട്. അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സൈസ് ഓഫീസ് പോകും, ഇവിടുത്തെ MVD ഓഫീസ് പോകും, അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ നഷ്ടപ്പെടും. എന്നിട്ടും മിനി സിവിൽ സ്റ്റേഷൻ എന്ന കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും ഇവർ അനക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം പൊതുശ്മശാനം, ഇവിടുത്തെ പാവപ്പെട്ടവർ 2 സെന്റും 3 സെന്റും ഉള്ളവര് ഇപ്പോൾ അടുക്കളയ്ക്കടുത്തും അടുത്തുമാണ് മൃതദേഹം കുഴിച്ചിടുന്നത്. അത് കാണാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് കണ്ണില്ല. ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റി ഹാള്, ഇവിടുത്തെ പാവപ്പെട്ടവന് ഒരു കല്യാണമോ ഒരു ചെറിയ ചടങ്ങോ 100, 500, 1000 രൂപയ്ക്ക് വാടകയ്ക്ക് നടത്തേണ്ട കമ്മ്യൂണിറ്റി ഹാൾ ഇവർ കയ്യേറി വെച്ചിട്ട് വർഷങ്ങളായി. ഈ പഞ്ചായത്ത് കെട്ടിടം ഇപ്പൊ പണിയുന്നു, നാളെ പണിയുന്നു എന്ന് പറഞ്ഞ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇലക്ഷൻ സമയമായപ്പോ ആ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിയാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാലും ഈ വോട്ട് തട്ടിപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇത് അവിടെ കിടക്കും എന്നുള്ളതാണ് ഇവിടുത്തെ കാലാകാലങ്ങളിലുള്ള ഇവിടുത്തെ സ്ഥിതി. ഇവിടെ ഒരു ട്രാഫിക് സിഗ്നലോ ഒരു ട്രാഫിക് ഐലൻഡോ ഇല്ല. മറ്റേത് ജംഗ്ഷൻ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, നിലമേലെടുത്ത് നോക്കൂ, ആയൂർ എടുത്ത് നോക്കൂ, എല്ലാ സ്ഥലത്തും ട്രാഫിക് സിഗ്നലും ട്രാഫിക് ഐലൻഡും ആയിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ കെട്ടിടങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുമ്പോൾ ജംഗ്ഷന്റെ മൂട്ടിൽ കൊണ്ടും റോഡിന്റെ ഓരത്ത് കൊണ്ടുമാണ് കെട്ടിടങ്ങൾക്ക് പെർമിഷൻ കൊടുത്തത്. അപ്പോൾ വികസനമായിട്ട് ഒരു 10 വർഷം 15 വർഷം കഴിയുമ്പോൾ ഈ ജംഗ്ഷൻ എങ്ങനെ വികസിക്കണം എന്നുള്ള ആലോചനയില്ലാതെ, ആസൂത്രണ ബോധമില്ലാതെ, ദിശാബോധമില്ലാതെ കെട്ടിടങ്ങൾക്ക് പെർമിഷൻ കൊടുത്തും മറ്റുമാണ് ഇവിടുത്തെ ജംഗ്ഷനെ ഈ രീതിയിൽ നശിപ്പിച്ചത് ഇവിടുത്തെ പഞ്ചായത്ത്. ഏത് തരത്തിലെടുത്താലും, അത് ഏത് വിഷയത്തെ എടുത്താലും ഈ പഞ്ചായത്ത് ഇവിടെ എല്ലാ തരത്തിലും ഈ പഞ്ചായത്ത് പിന്നിലാണ്. മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത്, സ്റ്റേഡിയത്തിൽ നടക്കുന്നത് 100ഓളം ലോഡ് മണ്ണ് ഈ സ്റ്റേഡിയത്തിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. 100ഓളം ലോഡ് മണ്ണ്. ഈ മണ്ണ് കൊണ്ടുപോയവർക്കെതിരെ ഇവിടെ കേസെടുക്കണം. ഇതിന്റെ നഷ്ടപരിഹാരം പഞ്ചായത്ത് ബഡ്ജറ്റിൽ വകയിരുത്തണം. ഈ പൈസ തിരിച്ചു പിടിക്കണം. ഇവിടെ എല്ലാ പ്രാവശ്യവും എല്ലാ ഇലക്ഷൻ സമയത്തും ഇവിടെ സ്റ്റേഡിയമായിട്ട് പണിയായിട്ട് വരും. കുറെ JCB കൊണ്ട് മണ്ണ് അങ്ങോട്ടിടും, ആ JCB കൊണ്ട് മണ്ണെടുത്ത് തിരിച്ചു കൊണ്ടിടും. ഏതെങ്കിലും കുറെ 10-50 ലോഡ് മണ്ണ് അവിടെ കൊണ്ടിടും, അങ്ങോട്ട് നിരത്തും ഇങ്ങോട്ട് നിരത്തും, പിന്നീട് ഇത് വാരിയെടുത്ത് ഇങ്ങോട്ടെങ്കിലും കൊണ്ടും. ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഇത് സംഭവം ഈ മണ്ണ് ഒരു ബിസിനസ് ആക്കി വെച്ചിരിക്കുകയാണ്, മോഷണ ബിസിനസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഈ മണ്ണ് കൊണ്ടിടക്കം മണ്ണ് എത്ര വർഷം കൊണ്ട് ഇവിടെ സ്റ്റേഡിയത്തിൽ പണി നടക്കുന്നുണ്ട്. ഇതുവരെയെങ്കിലും ഒരു ആൾക്കാർക്ക് 10 പേർക്ക് അവിടെ കളിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഈ സ്റ്റേഡിയം എന്നല്ല എല്ലാ കാര്യവും, മിനി സിവിൽ സ്റ്റേഷൻ ആയാലും
ഈ പഞ്ചായത്ത് കെട്ടിടമല്ല എല്ലാവർക്കും വോട്ട് തട്ടാനുള്ള മാർഗങ്ങളല്ലാതെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ, ആശുപത്രി എല്ലാം പേരിന് ജനങ്ങളുടെ മണ്ണിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ ഇവിടെ ഈ നാട് നന്നാക്കാനുള്ള ഒരു വികസന പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പഞ്ചായത്ത് സ്റ്റേഡിയമായിട്ട് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ BJP മുന്നോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനെയും കണ്ടില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് അവരുടെ മോഷണം മുതൽ അവരിൽ നിന്നുള്ള പൈസ കൈപ്പറ്റിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രതിപക്ഷം ഇവിടെ അഭിനയിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രതിപക്ഷം BJP ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഇത്തരം വിഷയങ്ങളിലും ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്കെതിരെയും ഇത്തരം കാര്യങ്ങൾക്ക് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇതിനെയൊക്കെ അനുവാദം കൊടുത്തുകൊണ്ട് പ്രതിപക്ഷം എന്ന പേരിൽ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർക്കെതിരെയും പ്രതികരിച്ചുകൊണ്ട് BJPക്കൊപ്പം പ്രതികരണ മനോഭാവമുള്ള പ്രതികരണ ശേഷിയുള്ള ജനങ്ങളായിട്ട് അണിനിരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് നമ്മുടെ പ്രതിനിധികൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന സെക്രട്ടറി ഉണ്ടോ? സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറിയായിട്ട് സംസാരിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുക. പ്രധാനപ്പെട്ട ഒരുപാട് പേര് കയറാം, ഒരു 4-5 പേര് മാത്രമേ കയറുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഇവിടെ നിന്നാ മെമ്പർമാർ പഞ്ചായത്തിന്റെ അതുകൂടെയാണ് കൃത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുണ്ട്. വ്യക്തമായി നമുക്കറിയാം. കാരണം അവർ ഫോൺ പിടിച്ചിട്ടാണ് മണ്ണ് കടത്തിവിടുന്നത്. അതുപോലെ അവർ സംരക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നതും ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ഒന്ന്, ബഹുമാനപ്പെട്ട നമ്മുടെ 2 മെമ്പർമാരുണ്ട്. അപ്പൊ അവരെ മുന്നിൽ നമുക്ക് പറയാനുള്ളത്, ഈ പഞ്ചായത്തിൽ നിന്നും ഈ സ്റ്റേഡിയത്തിൽ നിന്ന് അരിച്ചിട്ട മണ്ണ് 15,000-20,000 രൂപയ്ക്കാണ് കടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു മാസക്കാലമായി കടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്ത് അറിയില്ല എന്ന് മനസ്സിലാക്കിയാൽ, അത് അവർ പറഞ്ഞാൽ നമുക്ക് അഭിനന്ദനങ്ങളും വേണ്ട. അഭിനന്ദിക്കുക. നമ്മൾ BJP ചെയ്ത് നല്ല വലിയ അഭിനന്ദനം. അവർക്ക് മോഷണം കണ്ടുപിടിച്ചു കൊടുത്തു, വെളിക്കൊണ്ടുവന്നതുണ്ട്. അപ്പോൾ സംരക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിൽ ഇവിടെ നടക്കുന്ന നഷ്ടം, മണ്ണിടുക ഈ നഷ്ടം ലക്ഷക്കണക്കിന് 100 ലോഡ് മണ്ണാണ് നമ്മൾ വിലയിരുത്തിയ പഠനത്തിൽ നമ്മൾ മനസ്സിലായത്. 100 ലോഡിന് ഒരു ലോഡിന് 10,000 രൂപ വെച്ച് 100 ലോഡിന്റെ പൈസ പഞ്ചായത്തിൽ അടപ്പിക്കുക, അല്ലെങ്കിൽ ആ വാർഡ് മെമ്പർ അടയ്ക്കുക, അല്ലെങ്കിൽ കരാറുകാരനെ അടയ്ക്കുക. കരാറുകാരനോട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ആ മണ്ണ് അവിടെ തന്നെ ഇടണമെന്ന്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാഡം ഈ മണ്ണ് അദ്ദേഹം വെളിക്കൊണ്ടുവരുന്നത്? ആവശ്യമുള്ള പോലീസ് ആയിട്ട് പിടിച്ചു, അവരത് കണ്ടുപിടിച്ചു, ജിയോളജിക്ക് കേസ് കൊടുത്തു. അപ്പം ഇത് പഞ്ചായത്തിന്റെ ഇത് നടക്കുന്ന ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ ധരിപ്പിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ ആക്ഷനുകൾ, ഇത്തരത്തിലുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ ആ വിഷയങ്ങൾ ഇനി ഉണ്ടാവത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നമ്മുടെ മറ്റൊരു സംസാരിക്കും. നൂറുകണക്കിന് മണ്ണ് പോയിട്ടുണ്ട്. ഈ മണ്ണ് പോകുന്ന പറഞ്ഞാൽ സ്റ്റേഡിയത്തിൽ നമ്മൾ നേരത്തെ ഡംപ് ചെയ്ത മണ്ണാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ കൂടെ മണ്ണ് ഡംപ് ചെയ്യുക, അവർ തന്നെ അത് കൊണ്ടുപോവുക വീണ്ടും. കാരണം കൂടുതൽ കാശുണ്ടാക്കാനുള്ള മണ്ണ് മാഫിയയുടെ ഒരു തന്ത്രമാണ് ഇതാണ്. അപ്പോൾ പഞ്ചായത്തിന് ഇതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ നഷ്ടം റിക്കൂപ്പ് ചെയ്യാനുള്ള ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ഞാൻ ശക്തമായ സമര പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോകും. ഇലക്ഷനൊക്കെ വേറെയാണ്, ഇലക്ഷനിലെ പ്രൊട്ടൻറ്റൊക്കെ ആയിട്ട് നടന്നുള്ളൂ. അതുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് പോകാതെ എത്ര ലക്ഷം രൂപയുടെ മണ്ണ് ഇവിടുന്ന് പോയിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു നടപടി ഇക്കാരുടെ ഭാഗത്തുണ്ടാകും. ആ മണ്ണ് സംഘടിപ്പിച്ചുകൊണ്ട് അല്ല അതിനുള്ള വില ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നും ബന്ധപ്പെട്ട മെമ്പർമാരിൽ നിന്നും ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുള്ളത്. ഇല്ലെങ്കിൽ ശക്തമായി ഞങ്ങൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയല്ല, ശക്തമായി ഇതിന് ഞങ്ങൾ മുന്നിൽ പ്രക്ഷോഭമായി ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഒരു ബോധ്യപ്പെടുകയും ചെയ്യണം. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരു അസസ്മെന്റ് നടക്കുന്നുണ്ട്, എത്ര ലോഡ് മണ്ണ് പോയിട്ടുണ്ടോ എന്നതിനെ പറ്റി നിങ്ങൾ കണക്കെടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ബോധ്യത ഇവിടുത്തെ ബഹുജനങ്ങൾക്കുണ്ടാവണം. ഞങ്ങൾക്ക് പറഞ്ഞാൽ ബഹുജനങ്ങൾക്കുണ്ടാവും, നിങ്ങൾക്ക് ബോധ്യമാണ് ഞങ്ങൾ നടപടിയെടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അത് കൃത്യമായി കണ്ടുപിടിച്ച് അതിനുള്ള തുക പഞ്ചായത്ത് ഫണ്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ ആദ്യപടിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾക്ക് തിരിയുന്നത്. അത് ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഉപരോധം അടക്കമുള്ള നടപടികളിലേക്ക് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് അറിയാം.
എങ്കിലും നടക്കുമ്പോഴും നമുക്ക് ഈ ഒരു വിഭജന പ്രക്ഷോഭത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഇപ്പോഴും ഉണ്ടായതല്ല. കാരണം എന്താ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റി കാണാം. ആ ഹോസ്പിറ്റൽ, അതുപോലെ ഇവിടെ സിഗ്നൽ ലൈറ്റ്, അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവർക്ക് കല്യാണമോ അല്ലെങ്കിൽ പാർട്ടി നടത്തേണ്ട ഒരു ഓഡിറ്റോറിയം വർഷങ്ങളായി ഓഫീസ് എന്ന പേരിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളുടെ ഒരു കൃത്യമായ ലംഘനമാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്ന നടപടി ഇതിന്റെ കൂടെ ഉണ്ടാവണം. ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ മണ്ണ് എന്തുമാത്രം കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതിന് അതിന്റെ കണക്കെടുക്കുകയും അതിന്റെ പൈസ നഷ്ടപരിഹാരമായി പഞ്ചായത്തിൽ അടയ്ക്കുന്നതിനുള്ള നടപടി ഉണ്ടാവുകയും ചെയ്യണം. അതുപോലെ തന്നെ കേസെടുക്കണം. അതായത് മോഷണം നടത്തിയതിന് മോഷണം മുതൽ അതനുസരിച്ച് മോഷണം ജിയോളജിക്ക് എഴുതിയല്ല വേണ്ടത്. ജിയോളജിക്ക് പോലീസാണ് എഴുതിയത്. പഞ്ചായത്തിൽ നിന്ന് അത് മണ്ണ് മോഷണത്തിൽ ജിയോളജിക്ക് പോലീസാണ് എഴുതിയത്. അവർ പോയി അടുത്ത ദിവസം തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യാം. പഞ്ചായത്തിന്റെ ഇത്രയും ലക്ഷക്കണക്കിന് മോഷണം പോയ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടേതാണ് പോലീസ് ചെയ്തത്. പൊതുജനങ്ങളിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോയി മണ്ണ് നികത്തുന്നതായിട്ടും അത് ടിപ്പറിൽ അനധികൃതമായി മണ്ണ് പാസില്ലാതെ കണ്ടെടുത്ത് ജിയോളജി കിട്ടി. അവർ ജിയോളജി പോകാതെ അടുത്ത ദിവസം തന്നെ കോടതി പോയി ഇറക്കി വണ്ടി. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് പൊതുമുതലാണ്. പൊതുമുതൽ മോഷണം നടത്തിയതിന് പോലീസിന് നിർദ്ദേശം കൊടുക്കുക, നിങ്ങൾ ഇവിടുന്ന് പരാതി കൊടുക്കുക. ഒരു പരാതി പോലും പോയിട്ടില്ല. അതാണ് നിങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയാണ്. ഒത്തുകളി അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പരാതി കൊടുക്കാമായിരുന്നു. സംസാരിച്ച കേസാണ്. നമ്മളിവിടെ പഞ്ചായത്തിൽ അറിയുന്ന രണ്ട് നേതാക്കന്മാരോട് ബിജെപിയുടെ രണ്ട് നേതാക്കന്മാരോട് വന്ന് പറയുമ്പോഴാണ് സെക്രട്ടറി അറിയുന്നത്. അപ്പോൾ ഞാനിവിടെ നിൽപ്പുണ്ട്. അപ്പോൾ സെക്രട്ടറിയുടെ അടുത്ത് വന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് നമ്മളെ പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്ന പണിയാണ്, പുതിയതായിട്ട് വന്നതുകൊണ്ട് സെക്രട്ടറിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ MLA വർക്കാണ്. അത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ നിർദ്ദേശം കൊടുക്കണം. കാര്യം സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിട്ട മണ്ണാണ്. അപ്പോൾ അത് അവിടുന്ന് എടുത്തോണ്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് തന്നെ പ്രസിഡന്റുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. നിലവിൽ ഇത് മണ്ണ് കൊണ്ടുപോയേക്കുന്നത് അത് തിരിച്ച് അത് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോ സ്വാഭാവികമായിട്ട് അറിയാലോ, നമുക്ക് സ്റ്റേഷനിൽ പിടിച്ചത് കൊണ്ട് ആ വണ്ടി നമ്പരും ആളിനെ എല്ലാം അറിയാം. അവിടെ ഇവിടുത്തെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ മണ്ണ് തിരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു പ്രവൃത്തി ചെയ്യണം എന്ന് അന്ന് ഞാൻ പ്രസിഡന്റ് പറഞ്ഞതാണ്. അപ്പോൾ നിലവിൽ അത് ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. കൃത്യമായിട്ടും അത് തിരിച്ചിടിയിപ്പിക്കണം, അതിനുള്ള നടപടി സ്വീകരിക്കുക. ശരി. മാഫിയ സംഘത്തിന്റെ നിഗൂഢമായ പ്രവർത്തനങ്ങൾക്കെതിരായുള്ള ഒരു പ്രക്ഷോഭ സമരത്തിന്റെ ആദ്യപടിയാണ് നമ്മളിപ്പോൾ ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളിയും ഈ സെക്രട്ടറിക്ക് ഒരു നിവേദനം കൊടുക്കുക നടത്തിയത്. കാരണം ഇതൊരു കൊച്ചു കാര്യമല്ല. കാരണം കേരളത്തിൽ മണ്ണ് മാഫിയ, പെണ്ണു മാഫിയ, ഇതുപോലുള്ള അതുപോലെ കള്ള് മാഫിയ, ഇതുപോലുള്ള മാഫിയകളുടെ നിഗൂഢമായ പിടിയിലാണ് നമ്മുടെ കേരളം. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഭീകരതയാണ് ഈ മണ്ണ് മാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ ചടയമംഗലം പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിൽ, ഇവിടെ ബഹുജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആ ഗ്രൗണ്ടിൽ നൂറുകണക്കിന് ലോഡ് മണ്ണ് അവിടെ അടിച്ചിട്ട് ആ ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതിന് ആരാണോ നേതൃത്വം കൊടുക്കുന്ന അവർ തന്നെ രാജ്യരാമാനം ഇവിടുന്ന് ലോഡ് കണക്കിന് നൂറുകണക്കിന് ലോഡ് മണ്ണ് ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിന് ഫണ്ട് കൊടുക്കുന്ന ആരാണ്? ഇവിടുത്തെ ബഹുജനങ്ങളുടെ വീട് നികുതിയായും അതുപോലെ തന്നെ ഇവിടുത്തെ ജോലിയെടുക്കുന്ന ആളുകളുടെ നികുതിയായും കിട്ടുന്ന ഈ പണം കൊണ്ട് ഇവിടെ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഈ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവിടെ കാലാകാലങ്ങളായി ഭരിക്കുന്ന LDF, അതുപോലെ തന്നെ ഇതിന് കൂട്ടു നിൽക്കുന്ന UDF, ഇവർക്കൊന്നും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭ സമരങ്ങളുമില്ല. അവരെല്ലാം കൂടെ കൂട്ടുകച്ചവടമാണ് അവിടെ നടത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുള്ള നമുക്ക് കൂട്ടുകച്ചവടമില്ല. ഒരു പ്രദേശത്തിന്റെ സമഗ്രമായ വികസനം, എല്ലാവർക്കും തുല്യനീതി, അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും തുല്യനീതി. അതിനകത്ത് രാഷ്ട്രീയമോ ജാതിഭേദങ്ങളോ മതവിദ്വേഷങ്ങളോ ഇല്ല. എല്ലാവർക്കും തുല്യനീതി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭ സമരത്തിന്റെ ആദ്യഘട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഇതുകൊണ്ട് ഫലം കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള ഈ സ്ഥലങ്ങൾ നമ്മൾ ഉപരോധിക്കുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് മാറുകയും ചെയ്യും. അതിന്റെ ആദ്യപടിയാണ് ഈ സമരം. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, മുഴുവൻ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ വിഷനിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.